കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് വരെ വലിയ കൃത്യമായിട്ടുള്ള മുൻതൂക്കം LDF ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് ഏത് മുന്നണിക്കാണോ അവർക്കാണ് വലിയ പ്രാമുഖ്യം കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അത്തരത്തിലുള്ളൊരു അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ 2024 വന്നപ്പോൾ അത് പാളിപ്പോയിരുന്നു എന്ന് നമുക്കറിയാം. കാരണം അവർ സെറ്റ് ചെയ്തിട്ടുള്ള അയോധ്യയിലെ ക്ഷേത്രവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും അടക്കമുള്ള അജണ്ടകളൊന്നും തന്നെ ഫലിച്ചില്ല എന്ന് മാത്രമല്ല, ഫൈസിയാബാദ് അതായത് അയോധ്യയിൽ ക്ഷേത്രമഴിക്കുന്ന സ്ഥലത്ത് തന്നെ അവർ പരാജയപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും അജണ്ട സെറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ലോകത്ത് നടക്കുന്ന ഏതൊരു തെരഞ്ഞെടുപ്പുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വന്നാൽ കേരളത്തിൽ 2026 നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെ അത്തരത്തിലുള്ളൊരു മേൽക്കൈ ഉണ്ടായിരുന്നത് LDFനായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കഴിഞ്ഞൊരു 4-5 ദിവസങ്ങളായിട്ട് LDF ആ മേൽക്കൈ കളഞ്ഞു കുളിക്കുകയും ആ മേൽക്കൈയിലേക്ക് UDF വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ UDF കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്ലാൻഡായി അവരൊരു ആരോപണം ഉന്നയിച്ചു. ആരോപണം എന്ന് പറയുന്നത് BJPയും CPMും തമ്മിൽ ഒരു ഡീലുണ്ട് എന്നുള്ളതാണ്. ആ ഡീലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് പാലക്കാടാണ്. പിന്നീട് 3-4 മണ്ഡലങ്ങൾ വേറെ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ 6-7 വരെ എത്തിയിരിക്കുകയാണ്. 10 ഏതാണെന്നുള്ളത് ഇപ്പോൾ തന്നെ അവർക്ക് കൃത്യതയില്ല. പക്ഷേ അതിനുശേഷം ഓരോ സ്ഥാനാർത്ഥികളും വട്ടിയൂർക്കാവിലടക്കം പല സ്ഥലങ്ങളിലും ഇവിടെ മലമ്പുഴയിലടക്കം ഞങ്ങൾ ഇവിടെ എല്ലാം ഡീലുണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യഥാർത്ഥത്തിൽ പിണറായി വിജയനും CPM ഒക്കെ ഒരു ഡിഫൻസിലേക്ക് പ്രതിരോധത്തിലേക്ക് മാറേണ്ടി വന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ അവർ പറയുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരു അറ്റാക്ക് ഇങ്ങോട്ട് ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് ഇപ്പോഴും CPMൻ്റെയൊക്കെ വലിയ സ്ട്രാറ്റജിസ്റ്റുകൾക്ക് പോലും വളരെ കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ചായ വിൽപ്പനക്കാരനാണ് മോദി എന്നും മോദിക്ക് വേണമെങ്കിൽ AICCയുടെ മീറ്റിങ്ങിൽ വന്ന് ചായ വിൽക്കാമെന്നുമൊക്കെ ഒരു പരാമർശം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് നടത്തിയപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു അറ്റാക്കിനെ അവർക്ക് ഗുണകരമാക്കി മാറ്റിയത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം അന്ന് പ്രശാന്ത് കിഷോറിൻ്റെ അഡ്വൈസ് പ്രകാരം ചായ് പേ ചർച്ച എന്ന് പറയുന്ന ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു അറ്റാക്കിന് CPM മുതിർന്നില്ല എന്നുള്ളത് മാത്രമല്ല, CPM അത് വിട്ടുകൊണ്ട് മറ്റ് ചർച്ചകളിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പിൻവാങ്ങി മറ്റ് ചർച്ചകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും BJPയും അതുപോലെ CPMും തമ്മിലുള്ള LDF തമ്മിലുള്ള ഡീൽ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ആളുകൾക്ക് പോലും ഒരു സംശയം തോന്നാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ നേരിടാൻ CPMന് കഴിയുമായിരുന്ന ഗംഭീരമായിട്ടുള്ള സംഗതികളുണ്ട് എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ പൊതുജനങ്ങളോട് തുറന്നു പറയുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് അത്തരത്തിലുള്ളൊരു പോസ്റ്ററായി CPM ഇറക്കേണ്ടതാണ്. പിണറായി പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടില്ലായിരുന്നു എന്ന് പറയുന്നൊരു വാദം CPMന് കൃത്യമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ ബാബറി മസ്ജിദ് ഒരിക്കലും തകർക്കപ്പെടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷത്ത് നിന്നുള്ള ആരെങ്കിലും, ഇനി പിണറായി വിജയൻ എന്നുള്ള പേര് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ജ്യോതി ബസുവോ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുള്ള ആരെങ്കിലുമോ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ബാബറി മസ്ജിദ് തകർന്നു വീഴുമ്പോൾ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ലായിരുന്നു എന്ന് പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇതുപോലെയുള്ള ഒരു 50ഓളം വരുന്ന പോയിന്റുകൾ വളരെ കൃത്യമായി മലബാർ മേഖലകളിൽ ഹോർഡിങ്ങുകളാക്കിയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രചരണത്തിനും ഉപയോഗിച്ചാൽ ഞാൻ പ്രിയപ്പെട്ട സഖാക്കളോട് പറയുന്നു, ഒരു കാരണവശാലും ഈ പ്രചരണത്തെ തടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം കാലങ്ങളായി കോൺഗ്രസ് എടുത്തിട്ടുള്ള മൃദു ഹിന്ദുത്വ സമീപനങ്ങളൊക്കെ തന്നെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിന് തുടക്കമിടാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമായിരുന്നു CPM BJP ഡീൽ എന്ന് പറയുന്നൊരു കാര്യം. പക്ഷെ അത് യഥാർത്ഥത്തിൽ CPMൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ കുഴയുകയും ഇത് നമ്മളധികം ചർച്ചയാക്കാതെ മറ്റ് ചർച്ചകളിലേക്ക് വഴിമാറി പോവുകയും ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാരും കൂടി സമ്മതിക്കണമല്ലോ അത് വിട്ടുപോകാനായിട്ട്. അങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യമുണ്ട്. കാരണം
ഈ ഡീലിൻ്റെ ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ തന്നെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. പാലക്കാട് അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു കഴമ്പുമില്ല. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 43,000-ഓളം വോട്ടുകൾ LDF നേടി രണ്ടാമതെത്തിയിട്ടുണ്ട്. അത് 49,000 വോട്ടുകൾ മാത്രമേ UDFിനുള്ളൂ. എന്ന് പറഞ്ഞാൽ 6,000 വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ. അതിലൊരു 3,000-4,000 വോട്ടുകൾ കൂടി തീർച്ചയായും പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് NMR റസാഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹം വ്യവസായിയാണ് എന്നുള്ളത് മാത്രമല്ല, അവിടെയുള്ള ഒരു മുസ്ലിം സമുദായത്തിലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമായിട്ടുള്ള റാവുത്തർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 4,000-5,000 കുടുംബങ്ങൾ അവിടെ അത്തരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. അവരിൽ നിന്നുള്ള വോട്ടുകൾ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു സ്പ്ലിറ്റ് യഥാർത്ഥത്തിൽ അവിടെ എൻ ബ്ലോക്കായി സാധാരണ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് കൃത്യമായി വോട്ട് കിട്ടുന്ന UDFിനാണെങ്കിൽ ആ UDFിൻ്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കുകയും ഒരു 4,000-5,000 വോട്ടുകൾ കൂടുതലായി സമാഹരിക്കുകയും കഴിയുകയും ചെയ്താൽ അവിടെ കൃത്യമായി പറഞ്ഞാൽ NMR റസാഖ് ജയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ചുരുക്കം. NMR റസാഖിൻ്റെ സാധ്യതകളെ പേടിച്ച് തന്നെയാണ് പിഷാരടി തോൽക്കുമോ എന്ന് വിചാരിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. പക്ഷേ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 27%-30% 30% ഇടയിൽ വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള എൻ ബ്ലോക്കായി ആ വോട്ടുകളെ മലബാറിൽ തങ്ങൾക്ക് അനുകൂലമാക്കി കിട്ടാൻ കഴിയുമെന്നും അങ്ങനെ അനുകൂലമാക്കിയാൽ ഏതാണ്ട് ഒരു 30-35ഓളം സീറ്റുകൾ ഞങ്ങൾക്ക് അവിടെ നേടാൻ കഴിയുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ പറഞ്ഞേക്കണ ഈ തമ്പിലിട്ടിരിക്കുന്ന വാചകങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള 100 കണക്കിന് 50 കണക്കിന് പോസ്റ്ററുകൾ ഉണ്ടാക്കുകയും ആ പോസ്റ്ററുകൾ ഹോർഡിങ്ങുകളാക്കി യഥാർത്ഥത്തിൽ മലബാർ റീജിയനുകളിൽ വെക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖം അത് പൊളിച്ചു കളയാൻ കഴിയുന്ന, തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രചാരണത്തിന് യഥാർത്ഥത്തിൽ CPMന് സാധിക്കുമായിരുന്നു. അത് വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തംബ്നെയിലിൽ പറഞ്ഞ പോലെ പിണറായി പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ബാബറി മസ്ജിദ് തകരുമ്പോൾ നരസിംഹറാവു മിണ്ടാതിരുന്നത് പോലെ അല്ലെങ്കിൽ കൈകെട്ടി നോക്കിയിരുന്നത് പോലെ നോക്കി നിൽക്കില്ലായിരുന്നു എന്ന് പറയാൻ കഴിയണം. അതുപോലെ ഹത്രസിലെ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു, നീതി കിട്ടുമായിരുന്നു എന്ന് പറയാൻ കഴിയണം. കേരളത്തിൽ ഈ പറയുന്ന പോലെ ഒരു മുസ്ലിമും എന്ത് ചെയ്തിട്ടില്ല, തല്ലിക്കൊല്ലപ്പെടില്ല എന്ന് പറയാൻ കഴിയണമായിരുന്നു. ഗോവധത്തിൻ്റെ പേരിൽ ഒരാളും ആക്രമിക്കപ്പെടില്ല എന്ന് പറയാൻ കഴിയണമായിരുന്നു. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ തീവ്ര വലതുപക്ഷ സംഘടനകളോ അല്ലെങ്കിൽ തീവ്ര ഈ പറയുന്ന പോലെ നിലപാടുള്ള മുസ്ലിം ഫണ്ടമെൻ്റൽ നിലപാടുള്ള സംഘടനകൾക്കോ ഒന്നും തന്നെ വിളയാടാൻ കഴിയില്ലെന്നും 10 കൊല്ലം അതുകൊണ്ട് ഒരു മാറാട് കലാപവും ആവർത്തിക്കപ്പെട്ടില്ല എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സാധ്യതകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോയി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. പ്രഗത്ഭരായിട്ടുള്ള അറിയുന്ന നിരവധി ആളുകൾ ഈ വീഡിയോ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 1-2 പേരോടൊക്കെ നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ എനിക്കത് മുഴുവനായി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, തീർച്ചയായിട്ടും കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി വിശ്വസിക്കാൻ കഴിയുക ആരെയാണ് എന്ന് ചോദിച്ചാൽ CPMനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് കൃത്യമായി ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കുകളെ കൺസോളിഡേറ്റ് ചെയ്യാനാണ് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്.